നമ്മുടെ ലീനിയർ ഓൾജിബ്ര ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് S3 കാർഡ് സപ്ലിമെൻ്ററിക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സാണ് ചെയ്യുന്നത്. ഞാൻ മോഡ്യൂൾ 3 and 4 ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. മോഡ്യൂൾ 1 and 2 അല്ല, മോഡ്യൂൾ 1 and 2 ഞാൻ ഇപ്പോഴത്തെ കറണ്ട് S3 കാർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ നാളെ അടുത്ത ദിവസം മുതൽ ആ വീഡിയോ ഉണ്ടായിരിക്കും നമുക്ക്. അപ്പം മോഡ്യൂൾ 3 and 4 എന്ന് പറയുന്നത് കോംപ്ലക്സ് ഇൻറ്റഗ്രേഷനാണ്. അപ്പം നമുക്കത് മോഡ്യൂൾ 3 ഏതാ മോഡ്യൂൾ 4 ഏതാണെന്ന് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മോഡ്യൂൾ 3 ഉം 4 കൂടെ ഒന്നിച്ചാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ തിരിച്ചറിയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇവിടെ നമുക്ക് 5 മാർക്കിന് കുഞ്ഞു ക്വസ്റ്റ്യൻസ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ടഫായിട്ട് തോന്നുന്ന ഒരു പോർഷനാണ് ഈ മോഡ്യൂൾ 3 and 4 എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഏറ്റവും കുഞ്ഞു പ്രോബ്ലത്തിൽ നിന്ന് തുടങ്ങുവാണേ. കോംപ്ലക്സ് ഇൻറ്റഗ്രേഷനാണ്. അപ്പോൾ കോംപ്ലക്സ് ഫംഗ്ഷൻ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ -πi to πi cos z dz. ഈ ഇസഡിനെ എന്തുവാ x+iy സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിൽ വൈയിലാക്കി ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. എന്തായാലും ഇസഡ് ഡി ഇസഡ് എന്നാണ് ഇവിടെ രണ്ടിടത്ത് ഇസഡിനെ അടക്കണം, സിംഗിൾ വേരിയബിൾ. ലിമിറ്റ് -πi to πi. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. കോസിൻ്റെ ഇൻറ്റഗ്രൽ എന്തുവാണ്, സൈൻ ഇസഡ് ആണ്. ലിമിറ്റ് ഈസ് ഫ്രം -πi to πi. upper limit minus lower limit, sin pi I minus sin of minus pi I. Sin of minus theta എന്തുവാണ്, minus sin theta ആണ്. So this is equal to sin pi I plus sin pi I. That is equal to 2 sin pi I. ഇനി നിർത്തിയിരുന്നാൽ കേട്ടോ, വീണ്ടും ഇതിനെ സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 2 sin pi I-നെ 2i sin h pi അങ്ങനെയൊന്നും എഴുതണമെന്നില്ല. ഇങ്ങനെ ആൻസർ നിർത്തിയിരുന്നാൽ മതി. വേറൊരു ക്വസ്റ്റ്യൻ ഇത് കാണിക്കട്ടെ. ഇൻറ്റഗ്രൽ 0 to 1 plus I e raised to z dz. e raised to z ന്റെ ഇൻറ്റഗ്രൽ എന്താണ്, e raised to z ആണ്. ലിമിറ്റ് ഈസ് ഫ്രം 0 to 1 plus I. ദറ്റ് ഈസ് ഈക്വൽ ടു, ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതിങ്ങനെയാണ് വരണ്ടേ, ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് e raised to 1 plus I മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് e raised to 0. e raised to 0 എന്തുവാണ്, 1. സോ e raised to 1 plus I minus 1. ആൻസർ ആയില്ലേ. അപ്പോൾ ഇതേപോലെ വേണമെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ഇൻറ്റഗ്രൽ 8 plus pi I to 8 minus pi I e raised to z by 2 dz. e raised to z എന്ന് പറയും, ഇവിടെ z by 2. അപ്പോൾ ഇൻറ്റഗ്രൽ എങ്ങനെയാണ് വരിക, e raised to z ൻ്റെ ഇൻറ്റഗ്രൽ e raised to z തന്നെ. അപ്പോൾ e raised to z by 2 ൻ്റെ ഇൻറ്റഗ്രൽ e raised to z by 2. z by 2 ൻ്റെ ഡെറിവേറ്റീവ് 1 by 2. ലിമിറ്റ് ഈസ് ഫ്രം 8 plus pi I to 8 minus pi I. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഈ 1 by 2നെ റെസിപ്രോക്കൽ എഴുതുമ്പോൾ 2 into എന്ന് വരും. അപ്പർ ലിമിറ്റ് കൊടുക്കുവാണ്, e raised to 8 minus pi I by 2 മൈനസ് ഓഫ് e raised to 8 plus pi I by 2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇത് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ നിർത്തിയിരുന്നാൽ മതി. സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ ഇവിടെ 4 minus e raised to minus pi I മൈനസ് ഓഫ് e raised to 4 പ്ലസ് e raised to pi I by 2 എന്ന് വരും. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് ആൻസർ ഇത് 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തേക്ക് വരെ പോകും, അല്ലെങ്കിൽ ഇവിടെ നിർത്തിയിരുന്നാലും മതി. ഇപ്പോൾ ആൻസർ 0 എങ്ങനെയാണ് കിട്ടണമെന്ന് അറിയണം എന്നുള്ളവർക്ക് ദിസ് ഈസ് ഈക്വൽ ടു 2 into എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x raised to m plus n is equal to x raised to m into x raised to n ആണെന്നറിയാലോ. സാധാരണ ഇൻറ്റഗ്രേഷൻ നമ്മൾ സാധാരണ ഇൻറ്റഗ്രൽ എക്സ് ചെയ്യുന്ന പോലെ ഇൻറ്റഗ്രൽ ലിമിറ്റ് ഇത് എങ്ങനെ വരും, ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം e raised to 4 minus pi I by 2 minus of e raised to 4 plus pi I by 2. Okay, that is equal to 2 into e raised to 4 into e raised to minus pi I by 2 minus of e raised to 4 into e raised to pi I by 2. ഓക്കെ, e raised to 4 കൂടെ നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. സോ ദിസ് ഈക്വൽ ടു e raised to 2 into e raised to 4 into ഓക്കെ. ബാക്കി പറയട്ടെ, ബാക്കി നോക്കി. ഞാനിപ്പോൾ എന്ത് ചെയ്തു, e raised to I theta എന്ന് പറഞ്ഞാൽ cos theta plus I sin theta എന്ന് നമുക്കൊരു ഫോമുല ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് e raised to minus I pi by 2നെ cos pi by 2 minus I sin pi by 2 എന്ന് എഴുതി. e raised to minus I pi by 2 ആണെങ്കിൽ ഇങ്ങനെ എഴുതാം, മൈനസ് ഓഫ് e raised to pi by 2 I-നെ cos pi by 2 plus I sin pi by 2 എന്ന് എഴുതി. ഇനി നോക്കിക്കേ, cos pi by 2 എന്ന് പറഞ്ഞാൽ 0 ആണ്, sin pi by 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഈ മൈനസ് ഓക്കെ, ഇവിടെ എന്താ വന്നു, 1 എന്ന് വന്നു, സൈൻ പൈ ബൈ 2 1 എന്ന് വന്നു. അപ്പോൾ മൈനസ് ഐയും മൈനസ് ഐ, ഈ ഐയും കൂടെ വരുമ്പോൾ മൈനസ് ഐയും കൂടെ -2i വരുന്നുണ്ട്. സോ ദിസ് ഈക്വൽ ടു -4i e raised to 4 എന്നാണ് ആൻസർ. സോറി, ഞാൻ ആൻസർ 0 എന്ന് നേരത്തെ പറഞ്ഞു. എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇവിടെ 3 I by 2 എന്നാണ്ടായിരുന്നു, പക്ഷേ ഞാൻ എടുത്ത് ഇതിപ്പോൾ 3 എഴുതാൻ വിട്ടുപോയി. ഇതെല്ലാം സാധാരണ ഇൻറ്റഗ്രേഷനാണ്. ഇത് ക്വസ്റ്റ്യൻ എല്ലാം ഇൻ ടേംസ് ഓഫ് ഇസറ്റിലാണ്, ലിമിറ്റും അതനുസരിച്ച് തന്നേക്കുന്നത്. ഇങ്ങനെ അല്ലാതെ നമുക്ക്
ഇൻ്റഗ്രലിനകത്ത് വേറെ എക്സ് വൈയും ഒക്കെ വരുന്ന തരത്തിൽ വേറെ തരത്തിൽ വരാം. അപ്പോൾ ലിമിറ്റ് 2 പോയിൻ്റ് ഒക്കെ ആയിരിക്കും തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ സാധാരണ ലൈൻ ഇൻ്റഗ്രലിൽ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടില്ലേ, അപ്പോൾ അതേപോലത്തെ ഇൻ്റഗ്രേഷൻ, ഇത് ഡയറക്റ്റ് ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ അങ്ങനത്തെ ഇൻ്റഗ്രേഷനിൽ നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് ഞാൻ ആദ്യം എടുത്ത് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 1 plus I x² minus I xy dz along the path y equal to x. നോക്കിക്കേ, ഈ പ്രോബ്ലത്തിനകത്ത് കഴിഞ്ഞ പ്രോബ്ലം തമ്മിൽ എന്തുവാണ് വ്യത്യാസം? കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് ഇൻ്റഗ്രലിനകത്ത് ഫുള്ളായിട്ട് ഇസഡ് എന്ന് പറയുന്ന ഒരൊറ്റ വേരിയബിൾ ആയിരുന്നു. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഇൻ്റഗ്രലിനകത്ത് എന്തൊക്കെ വേരിയബിൾ ഉണ്ട്? എക്സ് എന്നും വൈ എന്നും പറഞ്ഞ് വേരിയബിൾ ഉണ്ട്. ഡി ഇസഡ് എന്നാണ് ഇവിടെ കിടക്കുന്നത്. അങ്ങനെ പറ്റൂ? സിംഗിൾ ഇൻ്റഗ്രൽ ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വേണ്ടത്? എല്ലാം ഒരൊറ്റ വേരിയബിൾ ആയാൽ മാത്രമേ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ പ്രോബ്ലം പോലെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇതുപോലത്തെ പ്രോബ്ലം ഏതെങ്കിലും ഒരു 5 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഒറ്റ വേരിയബിൾ ആക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ 2 തരത്തിൽ തന്നേക്കാം. ഒന്നുകിൽ ഇതുപോലെ ഒരു ഇക്വേഷൻ തരും, അല്ലെങ്കിൽ 2 പോയിന്റ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഒന്നുകിൽ ഇക്വേഷൻ ഗിവൺ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ 2 പോയിന്റ്സ് 2 പോയിന്റ്സ് തന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ കേസ് ഇക്വേഷൻ തന്നിട്ടുള്ള കേസാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇക്വേഷൻ തരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഇക്വേഷൻ എടുത്തിരുന്നു y ഈക്വൽ ടു എക്സ്, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു dy ഈക്വൽ ടു ഡി എക്സ്. ഇവരെ എല്ലാവരും ഒന്നുപോലെ ആക്കാൻ പോവാം. ഇനി ഇസഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? എക്സ് പ്ലസ് ഐ വൈ ആണെന്നറിയാം. അപ്പോൾ ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എക്സ് പ്ലസ് ഐ ഡി വൈ ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 plus I x² minus I xy dz is equal to integral 0 to 1 plus I x² minus I xy dz നെ dx പ്ലസ് ഐ ഡി വൈ എന്ന് എഴുതി. ഇപ്പോഴും എനിക്ക് ഒറ്റ വേരിയബിളിലോട്ടായാലും സിംഗിൾ ഇൻ്റഗ്രൽ ആണെങ്കിൽ എപ്പോഴും ഓർമ്മിക്കേണ്ടതുമാണ്, സിംഗിൾ വേരിയബിളിലോട്ടായാൽ മാത്രമേ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. ഇവിടെ വേറെ തിയറി ഒന്നുമില്ല. സിംഗിൾ ഇൻ്റഗ്രേഷൻ ആണെങ്കിൽ എല്ലാവരും ഒരൊറ്റ വേരിയബിളിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്യാൻ പോകണം? എൻ്റെ y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിനകത്ത് കൊടുക്കാൻ പോവാം. അപ്പോൾ അത് കൊടുക്കുമ്പോഴേക്കും integral 0 to 1 plus I x² minus I x into yയുടെ സ്ഥാനത്ത് x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഇൻറ്റു dx പ്ലസ് ഐ ഡി വൈ. ഡി വൈ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല dx, അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എല്ലാം എന്ത് വേരിയബിളായി? ഒരൊറ്റ വേരിയബിളായി. അപ്പോൾ ഇനി ഒരു കാര്യം ആലോചിക്കണം, 0 to 1 plus I എഴുതാൻ പറ്റില്ല. കാരണം നേരത്തെ 2 വേരിയബിൾ ഉണ്ടായിരുന്നപ്പോഴാണ് എനിക്ക് 0 to 1 plus I എഴുതി. ഇപ്പോൾ എനിക്കിത് പറ്റത്തില്ല. ഇവിടെ എന്താ അപ്പോൾ അവിടെ വരേണ്ടത്? എക്സിൻ്റെ ടേംസ് ആണ് അവിടെ വരേണ്ടത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ടേം ലിമിറ്റ് എങ്ങനെയാണ്? 0 to 1 plus I എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ 0,0 ഒറിജിൻ എന്ന് അർത്ഥം. 1 plus I എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ 1,1 എന്നും അർത്ഥം. y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രേറ്റ് ലൈൻ 0,0 മുതൽ 1,1 വരെയാണ് നമ്മൾ ഈ പാത്ത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താ? സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ആണ്, തീർന്നേക്കുന്ന സ്ഥലത്ത് എക്സിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇനി നമുക്കിതിൽ നിന്ന് ഇൻ്റഗ്രൽ 0 to 1 x² പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതെങ്ങനെ വരും? 1 മൈനസ് ഐ ഇൻറ്റു x². രണ്ടിടത്ത് x² കോമൺ ആയത് കാരണം. അതുപോലെ ഈ ബ്രാക്കറ്റിനകത്ത് നിന്ന് 1 പ്ലസ് ഐ ഇൻറ്റു ഡി എക്സ് ഞാൻ പുറത്തേക്ക് എടുത്തു. ഇവിടെ നോക്കിക്കേ, 1 മൈനസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന ഐഡൻറ്റിറ്റിയാണ് a² മൈനസ് b². അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇൻ്റഗ്രൽ 0 to 1 1² മൈനസ് I². I² ഇസ് ഈക്വൽ ടു -1 ആണ്. അപ്പോൾ ആ -1 ഈ മൈനസും കൂടി ഇത് +1 ആവും ഇൻറ്റു x² dx എന്ന് വന്നു. ഓക്കെ, ഇതിൽ നമുക്ക് നോക്കിയാൽ ഈ 1 + 1 2നെ ഞാനങ്ങ് പുറത്തേക്ക് എടുത്തു. x² ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ x³ 3 ആണ്. ലിമിറ്റ് ഈസ് ഫ്രം 0 to 1. സോ ദിസ് ഈക്വൽ ടു 2/3 ഇൻറ്റു അപ്പർ ലിമിറ്റ് 1 മൈനസ് ലോവർ ലിമിറ്റ് 0. സോ ആൻസർ 2/3. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് വെയർ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു x² പ്ലസ് ഐ വൈ ഫ്രം 1,1 to 2,4. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു, ഈ പോയിന്റിന് വരെയുടെ ലിമിറ്റാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ ഒന്നും തന്നിട്ടില്ല. ഇക്വേഷൻ ഉണ്ടെങ്കിലല്ലേ എനിക്ക് ഒറ്റ വേരിയബിളോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കിവിടെ ഒറ്റ വേരിയബിളോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ ഇല്ല, പകരം 2 പോയിന്റ്സാണ് തന്നിട്ടുള്ളത്. 2 പോയിന്റ്സ് തന്നാലും ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയാം. നമ്മൾ അങ്ങനെ പ്രോബ്ലം ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ ചെയ്ത പ്രോബ്ലം സെറ്റ് ഓഫ് പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? എല്ലാം ഇസഡിൻ്റെ ടേമിലായിരുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 3 ടൈപ്പാണ് ഓർത്തോളണം. അപ്പോൾ ഞാൻ കഴിഞ്ഞതിലേ പറഞ്ഞു, ചിലപ്പോൾ ഇക്വേഷൻ തരും അല്ലെങ്കിൽ പോയിന്റ്സ് തരും. അപ്പോൾ കഴിഞ്ഞാൽ ഞാൻ ഇക്വേഷൻ തന്നത് കാണിച്ചു തന്നു, ഇപ്പം എന്താ പോയിന്റ്സ് തരണം കാണിച്ചു തരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ പോയിന്റ്സ് വെച്ചിട്ടൊരു ഇക്വേഷൻ ഫോം ചെയ്യാം. നമുക്കറിയാം ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ്
x1 y1 and x2 y2 is x minus x1 by x2 minus x1 is equal to y minus y1 by y2 minus y1. നമുക്കറിയാമല്ലോ ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ x1, y1 എന്നുള്ള പോയിന്റാണ് ഇവിടുത്തെ 1, 1. x2, y2 എന്ന് പറയുന്ന പോയിന്റാണ് ഇവിടുത്തെ 2, 4. ഈ രണ്ട് പോയിന്റിനെ കൊണ്ട് ഈ ഫോമിലേക്ക് കൊടുത്താൽ x minus 1 by 2 minus 1 is equal to y minus 1 by 4 minus 1. Or x by 1 is equal to y by 3. Or y is equal to 3x എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടി. y is equal to 3x എന്ന് കിട്ടുമ്പോൾ നമ്മളടുത്ത് എന്ത് ചെയ്യും? dy is equal to 3dx എന്ന് ഫൈൻഡ് ചെയ്ത് വെച്ചു. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മളിങ്ങനെയല്ലേ ചെയ്തത്. ഇനി നമുക്കിവിടെ az എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, x പ്ലസ് ഐ വൈ ആണെന്നറിയാം. അപ്പോൾ dz എന്ന് പറഞ്ഞാൽ എന്താ, dx പ്ലസ് ഐ ഡി വൈ ആണ്. ഓക്കെ, നമുക്കിനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മുടെ ഇൻ്റഗ്രൽ എന്തുവാണ്? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്നാണ് ഉള്ളത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ പ്ലസ് ഐ വൈ ഇൻറ്റു ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് പ്ലസ് ഐ ഡി വൈ. നമ്മളെല്ലാവരും ഒറ്റ വേരിയബിളോട്ടാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഒയ്ക്ക് 3x എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കട്ടെ. ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് ഐ 3x. വൈക്ക് 3x എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതാണ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഇൻറ്റു ഡി എക്സ് പ്ലസ് ഐ ഡി വൈ. ഡി വൈ എന്ന് പറഞ്ഞാൽ 3dx ആണ്. സോ ഐ 3dx. ഓക്കെ, ഇനി ഇവിടെ എക്സിൻ്റെ വേരിയബിൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ലിമിറ്റ് കൊടുക്കേണ്ടത് എക്സിൻ്റെ ആണ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് പോയിന്റ് എക്സിൻ്റെ വാല്യൂ എന്തുവാണ്? 1 ആണ്. ഈ രണ്ടാമത്തെ പോയിന്റ് എക്സിൻ്റെ വാല്യൂ എന്താ? 2. സോ 1 to 2 എന്നാണ് കൊടുക്കേണ്ടത്. സപ്പോസ് നമ്മളിത് എല്ലാത്തിനും വൈയിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതിന് കൊടുക്കേണ്ടത് 1 to 4 എന്നാണ് ഇവിടെ കൊടുക്കാനുണ്ടായിരുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഓക്കെ ഇൻ്റഗ്രൽ 1 to 2 എക്സ് സ്ക്വയർ പ്ലസ് ഐ 3x ഇൻറ്റു ഈ ഡി എക്സ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇത് 1 + 3i dx. ഈ 1 + 3i എന്ന് തന്നെ കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് അയാളെ ഇൻ്റഗ്രലിന് പുറത്തേക്ക് ഇടാം. ഇനി ഇൻ്റഗ്രലിനകത്തുള്ള x² + 3ix നമുക്കൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. x² ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ x³ / 3 പ്ലസ് 3i ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ x²/2. ലിമിറ്റ് ഈസ് ഫ്രം 1 to 2. ഓക്കെ, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണേ. 1 + 3i ഇൻറ്റു അപ്പർ ലിമിറ്റ് 2 കൊടുക്കുമ്പോൾ 2³ എന്ന് പറഞ്ഞാൽ 8/3 ആണ്. പ്ലസ് 3i ഇൻറ്റു 2² 4 ആണ്. 4/2 എന്തുവാ? 2. അപ്പോൾ ഇത് 6i എന്നാവും. ഓക്കെ, മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കൊടുക്കാൻ പോവാണ്. ലോവർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ ഇത് 1/3 പ്ലസ് 3i/2. ഓക്കെ, ഇനി 8/3 പ്ലസ് 1/3 എന്തുവാണ്? 1 + 3i ഇൻറ്റു 8/3 മൈനസ് 1/3 എന്ന് പറയുമ്പോൾ അത് 7/3 ആവും. അടുത്തതുപോലെ നോക്കിക്കേ, 6iയും പിന്നെ ഇവിടെ എന്താ ഉള്ളത്? മൈനസ് 3i/2. LC എടുക്കുമ്പോൾ 12i മൈനസ് 3i എന്ന് വരും. ദാറ്റ് ഈസ് 9i/2. അപ്പോൾ പ്ലസ് 9i/2. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 1 + 3i ഇൻറ്റു 7/3 പ്ലസ് 9i/2. വേണമെങ്കിൽ ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷനാക്കി നിർത്തിക്കോ. നമുക്ക് അത്രയൊന്നും വേണ്ട. നമ്മളടുത്ത് ഇവാലുവേറ്റ് ഒന്നുമില്ലേ പറഞ്ഞാൽ, നമ്മൾ ആ ലിമിറ്റ് അപ്ലൈ ചെയ്തു, അതിനൊന്ന് അറേഞ്ച് ചെയ്ത് നിർത്തി. ആൻസർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 2 + i z bar square dz along റിയൽ ആക്സിസ് to 2 and then vertically to 2 + i. ഈ z bar square എന്ന് പറഞ്ഞാൽ എന്താ? z bar square എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ എക്സ് പ്ലസ് ഐ വൈ ആണ്. z is equal to x plus iy ആണ്. അപ്പോൾ z bar എന്ന് പറഞ്ഞാൽ എന്താ? x മൈനസ് ഐ വൈ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇൻ്റഗ്രൽ z bar square dz എന്നുള്ളതിന് വേണമെങ്കിൽ ഇൻ്റഗ്രൽ എക്സ് മൈനസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു dz എന്ന് പറഞ്ഞാൽ ഡി എക്സ് പ്ലസ് ഐ ഡി വൈ എന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ 0 to 2 + i ആണ്. 0 to 2 + i. ഓക്കെ, നമുക്ക് ഇനി ഇത് ഒരൊറ്റ വേരിയബിളിൽ കിടന്നാൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പല വേരിയബിളിൽ കിടന്നാൽ ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റ വേരിയബിളിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോഴേക്കും നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് എടുത്ത് നോക്കും. ക്വസ്റ്റ്യൻ എന്തുവാ കിടക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിയൽ ആക്സിസ് ഫ്രം, എങ്ങനെയാണ് റിയൽ ആക്സിസ് ഫ്രം, അതിൻ്റെ പടം നമുക്ക് വരച്ചു നോക്കാം. റിയൽ ആക്സിസ് ഫ്രം റിയൽ ആക്സിസ് ടു 2, അതായത് 0 മുതൽ 2 വരെ. 2 എന്ന് പറഞ്ഞാൽ 2,0 വരെ. ആൻഡ് ദെൻ വെർട്ടിക്കലി ടു 2 + i. അവിടെ നിന്ന് 2 + i എന്ന് പറഞ്ഞാൽ എന്താണ്? 2,1 ഈ പോയിന്റ് വരെ. ഓക്കെ, നമുക്കിതിനെ OAB എന്ന് പേര് കൊടുക്കാം. അതായത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഇൻ്റഗ്രൽ ഓവർ OA എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ AB എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. നമുക്ക് ആദ്യം എലോങ് OA ഫൈൻഡ് ചെയ്യാം.
OA എന്ന് പറഞ്ഞാൽ എന്ത് ആക്സിസ് ആണ്? എക്സ് ആക്സിസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിയൽ ആക്സിസ് ആണ്. റിയൽ ആക്സിസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 0 ആണ്. അപ്പോൾ dy ഈസ് ഈക്വൽ ടു 0. അപ്പം നിങ്ങളുടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായി മാറും? ഇൻ്റഗ്രൽ 0 to 2 plus I x minus iy the whole square into dx plus I dy is equal to integral y സ്ഥാനത്ത് 0 എടുക്കുകയാണ്. അപ്പം ബാക്കി x square into dx. ലിമിറ്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ മാത്രം ലിമിറ്റ്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒറിജിൻ ആയതുകൊണ്ട് അവിടെ 0. a എന്ന് പറയുന്ന പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ 2. സോ ദിസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്തുവാണ്? x³ / 3. ലിമിറ്റ് ഈസ് ഫ്രം 0 to 2. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം 8/3 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം 0. സോ ആൻസർ 8/3. ആൻസർ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇൻ്റഗ്രൽ ഓവർ OA മാത്രമേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് എന്തിവിടെ ഫൈൻഡ് ചെയ്യണം? AB ഫൈൻഡ് ചെയ്യണം. അപ്പം എലോങ് AB എന്ന് പറഞ്ഞാൽ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? വെർട്ടിക്കലി ടു 2 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 എന്നുള്ള പോയിന്റിൽ നിന്ന് വെർട്ടിക്കലി ടു 2 1. അതായത് എക്സ് ഈക്വൽ ടു 2 ഇവിടെ ഒരു ചേഞ്ചും വന്നിട്ടില്ല. അതിൻ്റെ അടുത്ത് ഈ ലൈനിൻ്റെ പേര് എക്സ് ഈക്വൽ ടു 2 ആണ്. ഏതെങ്കിലും 2 പോയിന്റ്സ് എടുക്കുമ്പം അതിൽ ഏതെങ്കിലും ഒരു ഓർഡിനേറ്റ് എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ നമുക്ക് ആ ഏത് ഓർഡിനേറ്റ് ആണോ സെയിം അതായിരിക്കും ആ ലൈനിൻ്റെ ഇക്വേഷൻ. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 ആണ് ആ ലൈനിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ആ ലൈനിനെ എക്സ് ഈക്വൽ ടു 2 എന്ന് വിളിച്ചു. എക്സ് ഈക്വൽ ടു 2 ആവുമ്പോൾ ഡി എക്സ് എന്തുവാണ്? ഡി എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നിങ്ങൾ ഇൻ്റഗ്രൽ 0 to 2 plus I എന്തുവാണ് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്? എക്സ് മൈനസ് IY the whole square. x minus IY the whole square into dx plus I dy is equal to. ബാക്കി ഞാൻ എഴുതിപ്പോയി, ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനത് ഷൂട്ട് ചെയ്തു, പക്ഷേ അത് ക്ലിയർ ആയില്ല. പക്ഷേ അപ്പോൾ എഴുതിപ്പോയതുകൊണ്ട് ഞാൻ എന്തായാലും അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുവാണേ. നോക്കി, നമ്മൾ 2 minus IY എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 2 minus IY the whole square into ഇവിടെ എന്നാ വന്നത്? dx is equal to 0 ആയത് I dy മാത്രം. ഇപ്പോൾ ഇവിടെ y-യുടെ മാത്രം ലിമിറ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനകത്ത് നിന്ന് 0 മുതൽ 2 plus I എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ 2, 1 ആണ്. അപ്പോൾ 0 to 1 ഇവിടെ ചൂസ് ചെയ്തത്. ഇനി 2 minus IY the whole square എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a minus b the whole square എക്സ്പാൻഷൻ a square minus 2ab plus b square. അപ്പോൾ a square ആണ് 4 minus 2ab 2 into 2 4 into iy. അങ്ങനെയാണ് minus 4iy plus b square. b square എന്ന് പറഞ്ഞാൽ iy the whole square, that is minus y square. ഓക്കെ, into I dy. ഈ ഐനെ അങ്ങ് പുറത്തേക്ക് ഇട്ടു. 4ൻ്റെ ഇൻ്റഗ്രൽ 4y, y-യുടെ ഇൻ്റഗ്രൽ y square by 2, y squareൻ്റെ ഇൻ്റഗ്രൽ y³ by 3. ലിമിറ്റ് 0 to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പർ ലിമിറ്റ് കൊടുത്തിട്ടാണ് 4 minus 2ഉം 4ഉം കൂടെ പോയിട്ട് 2y minus 1/3 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0. എന്നിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴേക്ക് 11/3 മൈനസ് 2y എന്ന് വരുന്നുണ്ട്. ഈ ഐ കൂടെ അകത്തേക്ക് കൊടുക്കുമ്പോൾ 11i/3 പ്ലസ് 2 എന്നും വരുന്നുണ്ട്. ഈ i ഇൻറ്റു ഐ സ്ക്വയർ ആണ്. ഐ സ്ക്വയർ ഈസ് -1. ആ മൈനസും കൂടിയാണ് +2 ആവുന്നത്. ഇതിപ്പോൾ എന്തിൻ്റെ മാത്രം ആൻസർ ആയുള്ളൂ? എലോങ് AB മാത്രമേ ആയിട്ടുള്ളൂ. നമുക്ക് ഇൻ്റഗ്രൽ ഓവർ C(z⁻² dz) എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ കിട്ടിയ 8/3 എന്ന് പറഞ്ഞ് കിട്ടിയില്ലേ? ഈ ആൻസർ പ്ലസ് ഇപ്പോൾ കിട്ടിയ ആൻസറും കൂടി ആയാലും ആൻസർ ആവത്തുള്ളൂ. അപ്പോൾ അതാണ് 8/3 പ്ലസ് 11i/3 പ്ലസ് 2. അപ്പോൾ 8/3 പ്ലസ് 2 ആണ് 14/3 വരുന്നത്, പ്ലസ് 11i/3. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ 3 ആയതുകൊണ്ടാണ് 14 പ്ലസ് 11i/3. അപ്പോൾ അടുത്തത് നമുക്കൊന്നുകൂടെ ഒന്ന് ചെയ്യാം. അപ്പോൾ അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്തുവാ? അലോങ് ദി ലൈൻ 2y ഈക്വൽ ടു എക്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു 2y എന്ന് എഴുതി, dx ഇസ് ഈക്വൽ ടു 2dy. ഓക്കെ, ഇത് നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ ഓവർ C z⁻² dz is equal to ഇൻ്റഗ്രൽ ഓവർ C z⁻² dz is equal to ഇൻ്റഗ്രൽ ഓവർ C. ഇപ്പോൾ എന്താ നമ്മൾ എഴുതിയിരിക്കുന്നത്? x മൈനസ് IY the whole square into dx plus I dy അല്ലേ? നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇപ്പം എക്സ് ഇസ് ഈക്വൽ ടു 2y. എക്സിന് 2y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇത് ഇൻ്റഗ്രൽ ഓവർ C 2y മൈനസ് IY the whole square into dx എന്ന് പറഞ്ഞാൽ എന്താണ്? dx എന്ന് പറഞ്ഞാൽ 2dy. അപ്പോൾ അത് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 2dy പ്ലസ് I dy. ഓക്കെ, നൗ ഇപ്പോൾ ഇവിടെ y മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വൈയുടെ ലിമിറ്റ് എങ്ങനെയാണ് നോക്കിക്കേ? 0 to 2 plus I എന്ന് പറയുമ്പോൾ 0 to 1 എന്നാണ് വൈയുടെ ലിമിറ്റ് വരേണ്ടത്. സോ 0 to 1 എന്ന് കൊടുത്തു. ഈ 2y മൈനസ് IY the whole square ഒന്ന് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ 4y² മൈനസ് 4y ഇൻറ്റു y. അപ്പം അതും y² തന്നെയാണ്. 4y² വരെ, കാരണം a² മൈനസ് 2ab അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 2 4 ആവുന്നുണ്ട്. 4 ഇൻറ്റു y ഇൻറ്റു y ആണ് y² ഇൻറ്റു I ഉണ്ടായിരുന്നത് I. അടുത്ത പ്ലസ് b² എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുവാ? I² വരുന്നുണ്ട്. I² വരുമ്പോൾ മൈനസ് y². ഓക്കെ, ഇൻറ്റു ഇതിനകത്ത് d കോമൺ ആയിട്ട് എടുക്കുമ്പം 2 പ്ലസ് I ഇൻറ്റു dy. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ആ 2 പ്ലസ് ഐനെ ഞാൻ അങ്ങ് പുറത്തേക്ക് ഇട്ടു. 2 പ്ലസ് I ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 4y² മൈനസ് y² കൂടെ 3y² മൈനസ് 4iy² dy എന്ന് വരുന്നുണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു
2 plus I into 3 minus 4I into integral y square dy നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y cube by 3 ആണ്. ലിമിറ്റ് ഈസ് ഫ്രം 0 to 1. 2 plus I into 3 minus 4y എന്ന് പറയുമ്പോൾ 3 into 2 6 ആണ്. 2 into minus 4y is minus 8i. 3 into I എന്ന് പറഞ്ഞാൽ പ്ലസ് 3i ആണ്. അടുത്ത് നോക്കിയേ മൈനസ് 4i into I എന്ന് പറഞ്ഞാൽ മൈനസ് 4i സ്ക്വയർ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് 1. അപ്പോൾ അത് പ്ലസ് 4 ആവും. ഓക്കെ, ഇൻറ്റു ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/3 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 plus 4 10. ഓക്കെ, മൈനസ് 8i പ്ലസ് 3i എന്ന് പറഞ്ഞാൽ മൈനസ് 5i/3. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം ആ രണ്ട് ആൻസറും ആയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ 2019 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനുമാണ്. ഓക്കെ ആണല്ലോ. ഇവിടെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടൈപ്പ് എന്ത് പറഞ്ഞു? സാധാരണ ഇൻ്റഗ്രലിനകത്ത് f(z) dz എന്ന് വന്നാൽ ഇവിടെ a+ib യും a-ib യും വന്നാൽ നമ്മൾ സാധാരണ ഡയറക്റ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതല്ല ഇപ്പോൾ ഇൻ്റഗ്രലിനകത്ത് f(x, y dz) എന്നോ dx എന്നോ dy എന്നോ വന്നിട്ട് രണ്ട് പോയിന്റ്സ് ആയി കൊടുക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ തരാം. രണ്ട് കേസായിട്ട് അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഒറ്റ വേരിയബിളിലോട്ടാക്കിയിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ ആയത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇതുവരെ തന്ന കർവ്, സ്ട്രേറ്റ് ലൈൻ, പാരബോള അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ സർക്കിൾ ആയിരിക്കും. അപ്പോൾ സർക്കിൾ വന്നാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും അല്ല കൊടുക്കുന്നത്. സർക്കിൾ വരുമ്പോൾ എപ്പോഴും പ്രോബ്ലം ചെയ്യാൻ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. അപ്പോൾ സർക്കിൾ വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പം ഞാനിപ്പോൾ എന്താ പറഞ്ഞു തരുവാണ്. നമുക്ക് എങ്ങാനും എക്സാമിന് ലിമിറ്റായിട്ട് അല്ലെങ്കിൽ സി എന്ന് പറഞ്ഞാൽ CB സർക്കിൾ എന്ന് അവരൊറ്റ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സി എന്ന് പറയുന്ന സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അതിതാണ് mod z is equal to r. mod z equal to r എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത് സർക്കിളാണ്. mod z എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് x plus iy equal to r എന്നാണ്. ദറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ എന്നാണ്. സ്ക്വയർ ചെയ്യുമ്പോൾ അത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. സർക്കിൾ അല്ലേ? മോഡ് ഇസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? സർക്കിളാണ്. അങ്ങനെയാണെങ്കിൽ ഇസഡ് ഇസ് ഈക്വൽ ടു ആർ ഇ റേസ് ടു ഐ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഡി ഇസഡ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു ഐ ഡി തീറ്റ. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് രണ്ട് സൈഡിൽ ആർ കോൺസ്റ്റൻ്റ് ആണ്. ഇ റേസ് ടു ഐ തീറ്റയുടെ ഡെറിവേറ്റീവ് ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു ഐ ഡി തീറ്റ. ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. നമ്മളിങ്ങനെയായിരിക്കും പ്രോബ്ലം കൊടുക്കണം. പിന്നെ സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട വേറെ കാര്യം, സർക്കിളിൻ്റെ മൊത്തത്തിലുള്ള ആംഗിള് 0 to 2π ആണ്. ഇത് മുതൽ ഇതുവരെയുള്ള പോയിന്റ് 90 ആണ്. ഇത്രയും വരുവാണെങ്കിൽ അത് 180 ആണ്. 0 to 180. ഇത് മുതൽ ഇതുവരെ ആണെങ്കിൽ എന്താ 270. അപ്പോൾ 0 to 180 എന്ന് പറഞ്ഞാൽ 0 to π. ഇവിടെ എത്തുകയാണെങ്കിൽ 2π/3. ഇവിടെ എത്തുമ്പോൾ അത് 2π. ഇവിടെ എത്തുമ്പോൾ അത് π/2. ഈ ഒരു കാര്യം കൂടെ ഓർത്തോണം. അതനുസരിച്ച് ആംഗിൾ നമുക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ആംഗിൾ അല്ല, നമുക്ക് എന്തുവാ ഐയുടെ ടേമിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ ഇനി പറയുന്ന പ്രോബ്ലം ചെയ്യാൻ പറ്റും. കാരണം ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് കൂടുതൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇൻ്റഗ്രലിൽ തന്നെ ബേസിക് ഇൻ്റഗ്രേഷൻ ഇതിനകത്ത് ആദ്യം പഠിക്കാനുള്ള, കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ പഠിക്കാനുള്ളതിൽ ഞാൻ നിങ്ങൾക്ക് ഇത് നാലാമത്തെ ടൈപ്പായിട്ട് പറഞ്ഞു തരുവാണ്. ആദ്യം ഞാൻ ഡയറക്റ്റ് ആയിട്ടുള്ള കേസ് പറഞ്ഞു, അല്ലെങ്കിൽ പോയിന്റ്സ് തരുന്നത്, ഇക്വേഷൻ തരുന്നത് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിൽ വരുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞു. അടുത്ത ഇക്വേഷനിൽ സർക്കിൾ ഒരു കർവായിട്ട് തരുവാണെങ്കിൽ, പിന്നെ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതി കാണിച്ചു തരാം. ഇവാലുവേറ്റ് integral over C mod z dz, where C is the left half, important ആണ് ഇത്. C is the left half of the circle. C is the left half of the circle. ഇത് വന്നതുണ്ടോ? സർക്കിൾ എന്നുള്ളതിനെ ഒരു 2-3 ലൈൻ അടിയിൽ വരച്ച് മനസ്സിലാക്കിക്കോ. mod z is equal to 1 from z equal to minus I to z equal to I. ഓക്കെ, ഇതാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രൽ മോഡ് സെറ്റ് ഡി സെറ്റ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ മോഡ് സെറ്റ് ഡി സെറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. എന്ത് തന്നിട്ടുണ്ട്? സി എന്താന്ന് തന്നിട്ടുണ്ട്? സി എന്ന് പറയുന്നത് ഇതുവരെ പറഞ്ഞ പോലെ പോയിന്റ് അല്ല, ഇക്വേഷനും അല്ല. പിന്നെന്താ? സി എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി സർക്കിളാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ, ഈ ക്വസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ ആ സർക്കിളിൻ്റെ ഇടത് ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു പോർഷനാണ് സി എന്ന് പറയുന്നത്. ഇത്രയും ആണ് നമ്മുടെ സി എന്ന് പറയുന്നത്. എന്നിട്ട് എവിടെ മുതൽ ഏതുവരെ? ഇസഡ് ഈക്വൽ ടു മൈനസ് ഐ ടു ഇസഡ് ഈക്വൽ ടു ഐ. ഇസഡ് ഈക്വൽ ടു മൈനസ് ഐ മുതൽ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇസഡ് ഈക്വൽ ടു മൈനസ് ഐ മുതൽ ഇസഡ് ഈക്വൽ ടു ഐ വരെ. ഐ എന്ന് പറയുന്നത് മുകളിലാണ്. അപ്പോൾ മൈനസ് ഐ മുതൽ താഴോട്ടുള്ള ഇമാജിനറി വാല്യൂ, മുകളിലാണ് പ്ലസ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ. ഈ റീജിയനകത്താണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഇൻ്റഗ്രൽ ഓവർ സി മോഡ് ഇസഡ് ഡി ഇസഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സർക്കിൾ വന്നാലേ നമ്മൾ എന്ത് എഴുതും? മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു ആർ, where z equal to r e raised to I theta and dz is equal to r e raised to I theta into I d theta എന്ന് എഴുതി. ഇനി നോക്കേണ്ടത് നമ്മുടെ ഈ സർക്കിളിൻ്റെ റേഡിയസിനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? മോഡ് z equal to r എന്ന് തന്നെ സർക്കിളാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ? r equal to പ്രോബ്ലത്തിൽ എന്താ? r equal to 1 ആണ്. ഹിയർ r is equal to
1, റേഡിയസ് 1 ആണ്. അപ്പോൾ നിങ്ങളുടെ ഇസഡിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയും മാറും? ഇസഡ് ഇസ് ഈക്വൽ ടു വെറും ഇ റേസ് ടു ഐ തീറ്റ എന്നാവും. അപ്പോൾ ഡി ഇസഡ് എന്ന് പറഞ്ഞാലോ ഐ ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ എന്നായി മാറും. ഇത് ഞാൻ ജനറലി പറഞ്ഞത് ഓരോ ക്വസ്റ്റ്യൻ്റെ റേഡിയസ് അനുസരിച്ച് ആറിൻ്റെ വാല്യൂ മാറി മാറി വരും. ഓക്കെ, ഇത് നമ്മൾ ഇവിടെ എഴുതി വെച്ചു. ഇൻറ്റഗ്രൽ ഓവർ സി mod z dz is equal to integral ലിമിറ്റ് എന്താണെന്ന് കൊടുക്കാവേ. mod z എന്താണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 1. സോ അവിടെ ഞാൻ 1 ഇൻറ്റു ഡി ഇസഡിൻ്റെ സ്ഥാനത്ത് എന്താ കൊടുക്കേണ്ടത്? ഐ ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ. ഇപ്പോൾ ഇത് മൊത്തത്തിൽ ഇൻ ടേംസ് ഓഫ് എന്തായി? തീറ്റയിലായി. അപ്പോൾ എനിക്ക് എന്ത് വേണം? ലിമിറ്റ് വേണം. ഇനി നോക്കിക്കേ, സ്റ്റാർട്ടിംഗ് പോയിന്റ് 0, ഇവിടെ എത്തുമ്പോൾ π/2, ഇവിടെ എത്തുമ്പോൾ π, ഇവിടെ എത്തുമ്പോൾ 2π/3. ഇനി ഇവിടെ എത്തുമ്പോൾ 3π/2. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ലിമിറ്റ് π/2 to 3π/2 എന്നാണ് വരേണ്ടത്. 3π/2 π/2 എന്നാണ് വരേണ്ടത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഏത് മുതൽ ഏത് വരെ? ഫ്രം ഇസഡ് ഈക്വൽ ടു -i ടു ഇസഡ് ഈക്വൽ ടു, അതായത് ഇസഡ് ഈക്വൽ ടു -iയിൽ നിന്ന് ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത് മുകളിൽ, ഇസഡ് ഈക്വൽ ടു i വരെ തിരിച്ചിങ്ങോട്ടാണ് ഡയറക്ഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടുത്തെ പോയിന്റാണ് വരേണ്ടത്. ഇസഡ് ഇസ് ഈക്വൽ ടു 3π/2 ടു ഏത് വരെയാണ് പറഞ്ഞിരിക്കുന്നത്? ടു π/2. π/2 എന്ന് പറഞ്ഞാൽ 90. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഐ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റയുടെ ഇൻ്റഗ്രൽ ഇ റേസ് ടു ഐ തീറ്റ ബൈ ഐ. ലിമിറ്റ് ഈസ് ഫ്രം 3π/2 ടു π/2. അത് മറന്നു പോരുത്, ഈ പറഞ്ഞിട്ടുള്ള ഓർഡറിലാണ് ഞാൻ ലിമിറ്റ് എടുത്തേക്കുന്നത്. ഓക്കെ, ഐയും പുറത്തുള്ള ഐയും ക്യാൻസലായിപ്പോയി. ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് ഞാൻ എന്നിട്ട് ലിമിറ്റ് കൊടുക്കണുള്ളൂ. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ലിമിറ്റ് ഈസ് ഫ്രം 3π/2 ടു π/2 എന്ന് എഴുതി. ഓക്കെ, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നോക്കിക്കേ, അപ്പർ ലിമിറ്റ് കോസ് π/2 പ്ലസ് ഐ സൈൻ π/2 മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കൊടുക്കുവാണ് കോസ് 3π/2 പ്ലസ് ഐ സൈൻ 3π/2. നമുക്കറിയാം കോസിൻ്റെ സൈനിൻ്റെ വാല്യൂ π/2 വന്നാൽ എന്താ? 1 ആണ്. സൈൻ 3π/2 എന്തുവാണ്? സൈൻ 3π/2 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇനി കോസ് π/2 0 ആണ്. കോസ് 3π കോസിൻ്റെ കൂടെ എന്ത് π/2 എന്ന് വന്നാലും അത് 0 ആണ്. ഓക്കെ, ഇനി നോക്കിക്കോളേ, ദിസ് ഈക്വൽ ടു ഇതെങ്ങനെ വന്നു? ഈ സൈൻ π/2 1 ആവുമ്പോൾ ഇയാൾ ഐ എന്നായി. സൈൻ 3π/2 മൈനസ് ആണ്. സൈൻ 5π/2 1 ആണ്. 5π/2 -1 ആണ്. സൈൻ ഇങ്ങനെ മാറി മാറി വാല്യൂ വരുന്നത്. അപ്പോൾ ഈ -1ഉം ഇവിടുത്തെ ഈ മൈനസും കൂടെ പ്ലസ് ആവും. സോ ഇത് പ്ലസ് ഐ. സോ ആൻസർ 2y എന്നായി. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധിച്ച് വേണം ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് ഹാഫ് എന്നായിരിക്കും പറയുന്നത്. ലെഫ്റ്റ് ഹാഫ് ഫ്രം ഇസഡ് ഈക്വൽ ടു -i ടു ഇസഡ് ഈക്വൽ ടു i എന്ന് പറഞ്ഞാൽ 3π/2 ടു π/2. സപ്പോസ് ഈ ക്വസ്റ്റ്യൻ ഫ്രം ഇസഡ് ഈക്വൽ ടു i ടു -i എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഐയും ഇവിടെയാണ് -i വന്നിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് വരേണ്ടത് π/2 ടു 3π/2 ആണ്. അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഏത് മുതൽ ഏത് വരെ. ഓക്കെ, അപ്പം ഞാനിവിടെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. ക്വസ്റ്റ്യൻ എങ്ങാനും സർക്കിൾ എന്നുണ്ടെങ്കിൽ, സെമി സർക്കിൾ ആണെങ്കിൽ അങ്ങനെ, ഇതിപ്പോൾ സെമി സർക്കിളിൽ നിന്ന് ലെഫ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുക, സെമി സർക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ പകുതി സർക്കിളാണ്. അപ്പം ഇനി ചിലപ്പോൾ പോയിന്റ്സേ പറയുള്ളൂ. ഫ്രം 10 ടു -10 എന്നിട്ട് അവർ പറയും സെമി സർക്കിൾ ആണ് എബോവ് ദ റിയൽ ആക്സിസ്. എബോവ് ദ റിയൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ മുകളിലത്തെ സെമി സർക്കിൾ. അപ്പോൾ 10 ടു -10 എന്നാണ് പറയേണ്ടത്. ബിലോ ദ റിയൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ താഴത്തെ റിയൽ സർക്കിൾ. അപ്പോഴത്തെ കേസിൽ പറയേണ്ടത് -1 ടു 10 എന്ന്. അപ്പോൾ അത് അവർ ഏത് ഓർഡറിൽ ഈ സെയിം ക്വസ്റ്റ്യന് ഇങ്ങനത്തെ ലിമിറ്റ് മാറ്റി മാറ്റി അവർക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ പറയുവാണേ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി ലോഗ് ഇസഡ് ഡി ഇസഡ് വെയർ സി ഈസ് ദ സർക്കിൾ മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, എന്തുവാ സർക്കിൾ എന്ന് പറയുന്ന ഒരു കർവ് തരുവാണെങ്കിൽ നമ്മൾ എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുള്ളൂ? ഇസഡ് ഇസ് ഈക്വൽ ടു ആർ ഇ റേസ് ടു ഐ തീറ്റ, ഡി ഇസഡ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റയുടെ ഡെറിവേറ്റ് ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു ഐ ഡി തീറ്റ. ഇവിടെ സി എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന മോഡ് ഇസഡ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ റേഡിയസ് എന്തുവാണ്? റേഡിയസ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഇ റേസ് ടു ഐ തീറ്റയാണ്. ഡി ഇസഡ് എന്ന് പറയുന്നത് ഐ ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ. നല്ല പ്രോബ്ലത്തിന് സി സർക്കിൾ ആണെങ്കിൽ നമ്മളിങ്ങനെ എഴുതി വെക്കും. റേഡിയസ് മോഡ് ഇസഡ് ഈക്വൽ 2 ആണെങ്കിൽ ആർ ഈക്വൽ 2 എന്ന് പറഞ്ഞ് എഴുതി വെക്കും. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഇസഡിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമല്ലേ, എന്തായാലും കൊടുത്തിട്ട് പറയാം. ഇൻ്റഗ്രൽ ഓവർ സി ലോഗ് ഇസഡ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ലോഗ് ഇസഡിൻ്റെ സ്ഥാനത്ത് ഇ റേസ് ടു ഐ തീറ്റ, ഡി ഇസഡിൻ്റെ സ്ഥാനത്ത് എന്താ പറയേണ്ടത്? ഐ ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ എന്ന് എഴുതി. അപ്പോൾ നമുക്കറിയാം ലോഗ് എക്സ് റേസ് ടു എ എന്തുവാണ്? എ ആണ്.
അപ്പം ഇവിടെ ലോഗ് അതുപോലെ ലോഗ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണെന്ന് നമുക്കറിയാം. ലോഗ് ഇ റൈസ് ടു ഐ തീറ്റ അപ്പം എന്തായി മാറും? ഐ തീറ്റ ഇൻറ്റു ഐ ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ. ഇനി വേർ സി ഈസ് ദ സർക്കിൾ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. സി ഈസ് ദ സർക്കിൾ എന്ന് പറയുമ്പോൾ എന്താ? ദ ഫുൾ സർക്കിൾ നമ്മൾ എടുക്കുവാണ്. അപ്പം മൊത്തം സർക്കിളിൻ്റെ ആംഗിൾ എങ്ങനെയാണ്? തീറ്റ വേരീസ് ഫ്രം 0 to 2π ആണ്. മൊത്തം സർക്കിൾ ഏത് ഡയറക്ഷനിൽ നിന്നും ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റ് 0 to 2π ആണേ. ഇനി ഇവിടെ നോക്കിക്കേ, ഐ ഇൻറ്റു ഐ എന്തുവാണ്? ഐ സ്ക്വയർ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? -1. സോ ആ മൈനസ് സൈനാണ് ഫ്രണ്ട് കിട്ടുക. ഇൻ്റഗ്രൽ 0 to 2π തീറ്റ ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ. ഇനി നമുക്കിത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതിയേ. സോ മൈനസ് ഓഫ് പ്രോഡക്റ്റ് റൂളാണ്. ഞാനിവിടെ ബെർണോളിസ് ഫോമുലയാണ് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ ആൾ പോളിനോമിയൽ ആയത് കാരണം ഫസ്റ്റ് ആളെ ബ്രാക്കറ്റിൽ എഴുതി. തീറ്റ ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റയുടെ ഇൻറ്റഗ്രൽ എന്താണ്? ഇ റൈസ് ടു നോക്കോളെ, ദിസ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റയുടെ ഇൻറ്റഗ്രൽ ഇ റൈസ് ടു ഐ തീറ്റ ബൈ ഐ മൈനസ് ഓഫ് തീറ്റയുടെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ ബൈയുടെ ഐയുടെ ഇൻറ്റഗ്രൽ ഇ റൈസ് ടു ഐ തീറ്റ ബൈ ഐ സ്ക്വയർ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ ആ -1 ഇവിടെ ഇട്ടു. ലിമിറ്റ് ഈസ് ഫ്രം 0 to 2π. ദറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണേ. മൈനസ് സൈൻ ഇതേ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2π ഇൻറ്റു ഇ റൈസ് ടു 2πi ബൈ ഐ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഇ റൈസ് ടു 2πi. അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് 0. തീറ്റ ഇൻറ്റു എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു ദറ്റ് ഈസ് 0 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. ഇ റൈസ് ടു 0 എന്തുവാണ്? 1 ആണ്. ഓക്കെ, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കഴിഞ്ഞു. ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 1/i എന്ന് പറഞ്ഞാൽ -i ആണ്. സോ ദിസ് ഈക്വൽ ടു -2πi ഇൻറ്റു ഇ റൈസ് ടു 2πi പ്ലസ് ഇ റൈസ് ടു 2πi -1. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഈ -1 ഇതിന് മാത്രം. ഓക്കെ, ഇനി ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഇ റൈസ് ടു 2πi നമുക്ക് എങ്ങനെ എഴുതാം? ഈ മൈനസ് അകത്തേക്ക് വരുമ്പോൾ ഇത് പ്ലസ് ആവും. 2πi ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് കോസ് 2πi പ്ലസ് സൈൻ 2πi പ്ലസ് അടുത്ത് ഇ റൈസ് ടു 2πi എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കോസ് 2πi പ്ലസ് സൈൻ 2πi -1. സൈൻ 2πi എന്താവും? 0. ഇത് എന്താവും? 0 ആവും. കോസ് 2π എന്ന് പറയുന്നത് എന്താണ്? കോസ് 2πi ഇല്ല. ഇത് ഇവിടെ ഐ ഉണ്ട്, പക്ഷേ ഇവിടെ എഴുതുമ്പോൾ കോസ് 2πi ഇല്ല. പ്ലസ് ഐ ഇൻറ്റു പ്ലസ് ഐ ഇൻറ്റു ഇങ്ങനെയാണ് വരണേ. ഇങ്ങനെ ശ്രദ്ധിക്കാണ്ട് ഇവിടെ ഐ കിട്ടും. സൈൻ 2π 0 ആണ്. സൈൻ 2π 0 ആണ്. കോസ് 2π 1 ആണ്. കോസ് 2π 1 ആണ്. ഇവിടെ ഐ വരത്തില്ലേ? ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു 1. ഈ ഒരു വാല്യൂ വന്നു. പ്ലസ് ഇവിടെ ഒരു 1ഉം ഈ -1ഉം അങ്ങ് പോകും. ബാക്കി എന്താ? 2πi എന്ന് മാത്രമല്ല. ഇത് 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈസിയാണ്. ഞാൻ പറഞ്ഞു സി എന്ന് പറയുന്ന സർക്കിൾ എന്നുള്ള കർവ് വരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഒരു സ്റ്റെപ്പ് എഴുതിക്കൊള്ളണം. എന്നിട്ട് ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇസഡിൻ്റെ സ്ഥാനത്തൊക്കെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളണം. അപ്പം നമുക്ക് ആ ഒരു മാർക്കെങ്കിലും കിട്ടും. ഓക്കെ, ബാക്കി ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രമിക്കുക. ഈ ലിമിറ്റും കൂടെ എഴുതുക. സർക്കിൾ എന്ന് പറയുന്നത് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ലിമിറ്റ് 0 to 2π അതിനൊരു മാർക്കാണ് സർക്കിൾ എന്ന് പറയുന്നത്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിങ്ങനെ എഴുതി വെക്കുന്നതിന് ഒരു മാർക്കാണ്. 3 മാർക്കായി. പിന്നെ ഇൻറ്റഗ്രേഷൻ്റെ ആൻസറിനാണ് ബാക്കി 2 മാർക്ക്. ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിനൊന്നും അല്ല. ഈ ലാസ്റ്റ് ആൻസർ കിട്ടുമ്പോഴേ പിന്നെ 2 മാർക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും എഴുതാൻ പറ്റും. അതിനെ ഇസഡിൻ്റെ സ്ഥാനത്ത് ഒക്കെ കൊണ്ട് എഴുതിയിട്ട് ലിമിറ്റും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അപ്പർ ഹാഫ്, ലോവർ ഹാഫ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് എന്നൊക്കെ പറയുന്ന അനുസരിച്ച് ഇസഡിന് ലിമിറ്റും കൂടെ കൊടുക്കാം. ഓക്കെ.